ഇന്നൊന്നും അറിയാം മീൻ കിട്ടീന് അയില. അപ്പോൾ അയില ഇഷ്ടംപോലെ മേടിക്കാനുണ്ടല്ലോ. അപ്പോൾ അയില വാങ്ങിയിട്ടാകുമ്പം സ്വാതി എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മാളൂട്ടിൻ്റെ അമ്മ ഓള് പറഞ്ഞു കുറച്ച് കുടംപുളി ഇട്ടിട്ട് വെച്ച് തന്നാൽ ഞാൻ പോകുമ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓളെ ആഗ്രഹമല്ലേ, കുറച്ച് കുടംപുളി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുടംപുളി ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചത് വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പറങ്കിപ്പൊടി വേണം, കുറച്ച് കൊത്തമ്പാരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ പറങ്കിപ്പൊടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് കൂട്ടാം. അധികം കൊത്തമ്പാരിപ്പൊടി ഞാൻ കൂട്ടില്ല. ഇതെൻ്റെ സ്വന്തം രീതിയിലുള്ളൊരു എന്നാണ് കുടംപുളി ഇട്ട മീൻ വെക്കലാന്ന് കേട്ടോ. നമ്മൾ പൊതുവേ കണ്ണൂർ കാസർഗോഡൊന്നും ഇല്ലവർ ഈ കുടംപുളി ഇട്ട് അധികം മീൻ വെക്കയില്ലല്ലോ. അപ്പോൾ ഞാനും എപ്പോഴെങ്കിലേ വെക്കയില്ലു. അങ്ങനെ എനിക്കും അങ്ങനെ വലിയൊരു ഇഷ്ടമല്ല ഈ കുടംപുളി ഇട്ടത് കൂട്ടുന്നല്ലാണ്ട്. പറങ്കിപ്പൊടിയിലില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കണം ആദ്യം. ഇനി എന്താ വെച്ചാൽ നമുക്ക് കുടംപുളി വേണം. അപ്പോൾ കുടംപുളി കുറച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 അയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ഏകദേശം ഒരു കണക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് ഈ പുളി ഒന്ന് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ പൊതിർത്ത് വെക്കാം. എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ഈ ഭാഗത്തൊന്നും അങ്ങനെ ഒരു കുടംപുളി ഇട്ടിട്ട് മീൻ വെക്കയില്ലാന്ന് തോന്നുന്നു. ഇനി അഥവാ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. അതേപോലെ നിങ്ങൾ എങ്ങനെയാണ് കുടംപുളി ഇട്ടിട്ട് മീൻ വെക്കലെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാനങ്ങനെ അധികം ഈ കുടംപുളി ഇട്ടിട്ട് മീൻ വെക്കയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുടംപുളി ഇട്ടിട്ട് മീൻ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ എല്ലാവരും പറയൽ. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു നുള്ളു ഉലുവ ഇട്ടു. അതൊന്ന് പൊട്ടുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതിടാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി മുറിക്കണം എന്നില്ല, ചതച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാട്ടിയെടുക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതൊന്നും ആയിട്ടാകുമ്പോൾ ഇല്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച പറങ്കിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊത്തമ്പാരിപ്പൊടിയും അല്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കണം. ഇതിനാണ് ഇതിൽ കുറച്ച് സമയം എടുക്കൽ. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക. വാട്ടിയിട്ടെടുക്കുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോൾ പോലെ ആവും. ആ ഒരു പരുവാകുന്നവരെ ഇത് വാട്ടി എന്നാൽ ഈ മസാല വാട്ടിയിട്ടെടുക്കണേ. ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾ പോലെ ആയിട്ട് വരും. അപ്പോൾ അതുവരെ ഇത് വാട്ടിയെടുക്കാം, എന്നാലേ നമ്മളെ കൂട്ടാൻ നല്ലൊരു കളറുണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊതിർത്ത കുടംപുളിയില്ലേ ആ കുടംപുളി വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനില്ലേ ഒരു 2 പുളി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഇത് കുറച്ച് പുളി അധികമാവുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ പുളിയുടെ അത്ര നമുക്ക് പരിചയമില്ലാത്തതാണ് ഈ കുടംപുളി ഇട്ടിട്ടില്ല മീൻ കറി. നമ്മൾ അങ്ങനെ സ്ഥിരം വെക്കാത്തതുകൊണ്ട് മറ്റേ പുളിയുടെ അളവ് പോലെ നമുക്ക് ഈ പുളിയുടെ അളവ് കിട്ടില്ല. അപ്പോൾ എന്താക്കാന്ന് വിചാരിച്ചാൽ പുളി നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് എത്രയാന്ന് കൂട്ടാൻ ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്കില്ല നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഇടണം. അപ്പോൾ ഇതിപ്പോൾ തിളക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണം ഇടണം. മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മീനും ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം തിളക്കണം. അപ്പോൾ ഈ കൂട്ടാൻ വെക്കുമ്പോൾ ഇല്ലേ പുളി നമുക്ക് ശരിക്കും പുളിയുടെ അളവ് അറിയുന്നില്ലെങ്കിൽ ഇതൊന്ന് തിളക്കുമ്പം ഈ പുളി നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ. അപ്പം അന്നേരം ഇതിന് അധികം പുളി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇട്ട പുളിയിൽ നിന്ന് 1-2 പുളി നമുക്ക് മാറ്റി വെച്ചാൽ മതി. എന്താ വെച്ചാൽ ഈ പുളിയില്ലേ വെച്ചാൽ പുളി ഇറങ്ങിക്കൊണ്ടിരിക്കും അതിൽ. അപ്പോൾ ആ പുളിയൊന്നും എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിൽ അതിലെ കൂട്ടാനായി കുടംപുളി ഇട്ടിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും സ്പെഷ്യൽ പാചകം കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ.